ദൈവനാമത്തിലേക്ക് സ്തുതിയായിരിക്കട്ടെ. കൃപാസന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു. അമ്മയുടെ പ്രതിഷീകരണത്തിൻ്റെ സാക്ഷിയായി നിൽക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തിനെയും അവിടുന്ന് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. എൻ്റെ പേര് ലീന പാപ്പച്ചൻ. ഇതെൻ്റെ ഹസ്ബൻഡ് വിനീത്, 2 മക്കൾ ലെവിനിയ, ലെവിലിൻ. ഞങ്ങൾ വരുന്നത് മരുതപ്പൻ പള്ളിയിൽ നിന്നാണ്. ഞാൻ BSc നേഴ്സാണ്. ഞാൻ നേഴ്സായിട്ട് കുവൈറ്റിൽ വർക്ക് ചെയ്തിരുന്നു. കോൺട്രാക്റ്റ് ആയതുകൊണ്ട് കോൺട്രാക്റ്റ് ഫിനിഷ് ആകുമ്പോൾ അവിടെ നിന്ന് പോരേണ്ടതായ ഒരവസ്ഥയുണ്ടായിരുന്നു. സാമ്പത്തികമായും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കോൺട്രാക്റ്റ് ഫിനിഷായതിനു ശേഷം OET ഒക്കെ എഴുതി UK പോവാം എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ നാട്ടിൽ റിസൈൻ ചെയ്ത് വരുമ്പോൾ ഒരു ഭവനം വേണം ആഗ്രഹമുണ്ട്. സാമ്പത്തികമായിട്ട് ഭവനം ചെയ്യാൻ കഴിയുമെന്നറിയില്ല. പക്ഷെ അമ്മ അവിടെ ഇടപെട്ട് ഇരിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേട്ട്, എന്നിട്ട് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ്, നീ യൂട്യൂബിൽ കൃപാസനത്തെ പറ്റി സാക്ഷ്യങ്ങൾ കേൾക്ക്, നിനക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നീ അത് വെച്ച് പ്രാർത്ഥിക്കുക, അപ്പോൾ അമ്മ അവിടെ അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ആ വിഷയങ്ങളെ ഓൺലൈനിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ഇടുക, ലൈറ്റ് എ ക്യാൻഡിൽ പ്രയറിൽ റിക്വസ്റ്റ് വെക്കുക ചെയ്തു. അതിൽ അമ്മ എനിക്ക് ഞാൻ റിക്വസ്റ്റ് വെക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ഭവനത്തിന് വേണ്ടിയുള്ള അറേഞ്ച് ചെയ്ത് തന്നു. പെട്ടെന്ന് എനിക്ക് ഒരു 13 സെൻറ്റ് സ്ഥലവും വീടും കൂടെ ചേർന്ന് ഒരു ഭവനം അമ്മ എനിക്ക് ആക്കി തന്നു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു. കൂടാതെ ഞാൻ കോൺട്രാക്റ്റ് ഫിനിഷായി നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ വന്ന് അമ്മയ്ക്ക് നന്ദി കരയറ്റി. ഞാൻ പറഞ്ഞു, അറിയാതെ ഒക്കെ എന്തൊക്കെയാണോ അമ്മയിൽ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് അതൊക്കെ എനിക്ക് അമ്മ നടത്തി തന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയപ്പോൾ അമ്മ, ഞാൻ തീർത്ഥാടന ഉടമ്പടി ഇവിടെ എടുത്തു. 20 സെപ്റ്റംബർ 2025 24 തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് പോകുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലൊരു ചെറിയ മുഴ വന്നു. ഞാൻ കൃപാസനത്തിൽ തൈലം തൂത്ത് കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി അത് ഇല്ലാതാവുകയാണ് ഉണ്ടായത്. കൂടാതെ ഞങ്ങൾ ഭവനം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കൂദാശ നടത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ കിണറിനകത്ത് മണ്ണെണ്ണയുടെ സ്മെല്ലുണ്ടായി. ഞങ്ങളത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റിന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് അത് കുഴപ്പമൊന്നുമില്ല എന്ന്. ഞാനത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അത് ഞാൻ വിഷയം ഇവിടുത്തെ വെള്ളവും ഉപ്പും കൊണ്ടുവന്ന് അവിടുത്തെ കിണറ്റിൽ ഇടുകയും അടുത്ത ദിവസം തന്നെ അതിലെ ആ സ്മെല്ല് മാറി. ഞങ്ങൾക്ക് പിന്നെ അതിന് ശേഷം ഇതുവരെ ആ വെള്ളത്തിൽ അങ്ങനെ ഒരു സ്മെല്ലുണ്ടാവുകയുണ്ടായില്ല. കൂടാതെ ആ ദേശത്ത് ഞങ്ങൾ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് വീടിൻ്റെ പരിസരത്തൊക്കെ ചെറിയ ചെറിയ ഒച്ചുകൾ, ആഫ്രിക്കൻ ഒച്ചുകളെന്ന് പറയാം, അത് വരികയുണ്ടായി. എല്ലാ ചെടികളും ഇതുമെല്ലാം നശിപ്പിക്കുകയായിരുന്നു വീട് പരിസരത്തും ഒക്കെ. അങ്ങനെ ഞാൻ ഈ കൃപാസനത്തിലെ ഉപ്പ് അവിടെ ഇടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ 3 വർഷമായിട്ട് വീടിന് ചുറ്റുമോ പരിസരത്തോ എങ്ങും ഈ ഒച്ചിൻ്റെ ഒരു ശല്യം ഉണ്ടാവുന്നില്ല. ദൈവത്തിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു. കൂടാതെ ഞാൻ OET എക്സാം കോൺട്രാക്റ്റ് ഫിനിഷായി കഴിഞ്ഞതിന് ശേഷം ഞാൻ OET എക്സാം എഴുതി. അപ്പോൾ എനിക്ക് C+ ഉണ്ടായിരുന്നുള്ളൂ. അത് UK പോകാൻ വേണ്ടി ആഗ്രഹിച്ചത്. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് OET പഠിച്ച് എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വന്നു കഴിഞ്ഞ് അത് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡേറ്റ് എടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ന്യൂസ് പേപ്പറിൽ ഒഡേപ്പയ്ക്കിൽ നേഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റ് കണ്ടു. ഞാൻ ഓൾറെഡി OET C+ ഗ്രേഡ് ഉള്ളതുകൊണ്ട്
കൊണ്ട് ഞാൻ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ നിനക്കത് പ്രയോജനമാകുന്ന അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്ലൈ ചെയ്തു. പിറ്റേ ദിവസമായിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ. ഞങ്ങൾ അവിടെ പോയി. ഞാൻ ചെന്നപ്പോൾ അവർ എൻ്റെ C+ ആ സ്കോർ കണ്ടപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, നിനക്ക് ആദ്യം തന്നെ കയറാം. ഞാൻ കയറി. എനിക്ക് കയറുമ്പോൾ എനിക്ക് തന്നിരുന്ന നമ്പർ 7 ആയിരുന്നു. അമ്മയുടെ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ വേറെ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല എക്സാമിന്. നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസും അതുമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് ചെന്നിരുന്നപ്പോൾ എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. അതൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, ഓക്കെ, നീ സെലക്റ്റഡ് ആണ്, നീ ഈ കൊടൈപ്പക്കിൻ്റെ ഇതിൽ നിനക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അതിൽ സെലക്ട് ആവുകയും ഞാൻ അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ എന്നെ എറണാകുളത്ത് കച്ചേരിപ്പടി ലോസ് ആൻഡേഴ്സിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. അവിടെ പഠിക്കാൻ കഴിഞ്ഞു. ഞാൻ അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. കൂടാതെ ഞാൻ ജർമ്മൻ B1 A1 A2 ക്ലിയർ ചെയ്തു. എക്സാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിന് ഫുഡ് പോയ്സൺ ഉണ്ടായി. ഞങ്ങൾ പ്രതിഷേധന പ്രാർത്ഥന രാവിലെ 5:00-ക്കും വൈകുന്നേരം 5:00-ക്കും ഉള്ള പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഹസ്ബൻഡിന് ഫുഡ് പോയ്സൺ ഉണ്ടായപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് എന്താ ചെയ്യുക, ഹോസ്പിറ്റലിൽ പോകണം, അഡ്മിറ്റായി. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്നു. ഡോക്ടർ ഓരോ ദിവസവും വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ വാല്യൂ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവർ ആൻറ്റിബയോട്ടിക് മാറ്റി വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. രാവിലെ അച്ഛൻ്റെ പ്രതിഷേധന പ്രാർത്ഥനയിൽ അച്ഛൻ പറയുകയുണ്ടായി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലും വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ഈശോയുടെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂടുകയും ഒരാഴ്ച കൊണ്ട് തന്നെ ഡിസ്ചാർജ് ആവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. കൂടാതെ ഞാൻ B2ൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ B2 ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് പ്രയാസമായിരുന്നു. ആദ്യം എല്ലാം അമ്മയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. B2 എക്സാം എഴുതുമ്പോൾ സ്പീക്കിങ്ങിന് എനിക്ക് നല്ല ടഫായിരുന്നു. പറയാൻ പറ്റുമോ ഇല്ലേ, ആകെ ടെൻഷനായിരുന്നു. നല്ല ടെൻഷനുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളെ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ പറയുമെന്നുള്ള ടെൻഷനായിരുന്നു. അവിടെ ചെന്നിരുന്ന് സ്പീക്കിങ്ങിനിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പാർട്ട്ണറായി എനിക്ക് കിട്ടിയിരുന്നത് എൻ്റെ റൂംമേറ്റിനെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് പറയാൻ കഴിഞ്ഞു, നല്ല മാർക്ക് മേടിക്കാൻ കഴിഞ്ഞു. അമ്മ അവിടെ എനിക്ക് ആ കുട്ടിയെ തന്നതിനും അമ്മ എനിക്ക് എൻ്റെ കൂടെ ഇരുന്നതിനും കോടാനുകോടി നന്ദി കരയറ്റുന്നു. കൂടാതെ ഞാൻ B2 ബാക്കി ലിസണിങ്, റീഡിങ്, റൈറ്റിങ് അതിലെനിക്ക് മാർക്ക് കുറഞ്ഞു. ഞാനത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എഴുതുമ്പോൾ എല്ലാം പഠിക്കേണ്ടതൊക്കെ പഠിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും എനിക്ക് ഡേറ്റ് വന്നു. എക്സാം എഴുതുമ്പോൾ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ കറക്റ്റായപ്പോൾ ഞാൻ വിചാരിച്ചു പാസ്സാവുമായിരിക്കുന്നു. അത് എനിക്കങ്ങ് റിസൾട്ട് വന്നപ്പം അതിനെനിക്ക് കിട്ടിയില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പൂർണ്ണമായി ഞാനങ്ങ് തകർന്ന് ഒഡേപ്പക്കിലെ എക്സാം എഴുതുമ്പോൾ 3 അറ്റംപ്റ്റാണ് ഉള്ളത്. 3ാമത്തെ അറ്റംപ്റ്റും കൂടെ ഉള്ളൂ ഇനി ചാൻസ്. അത് എഴുതി ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ക്വസ്റ്റ്യനായി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇനി എഴുതാൻ പോകുന്നത് 3ാമത്തെ അറ്റംപ്റ്റ്. എന്തായാലും പാസ്സായേ മതിയാവും. പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചു. ഇവിടെ തീർത്ഥാടന ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അത് വിഷയം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ എന്നെ ശക്തിപ്പെടുത്തി. ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്തുനിന്ന് ബ്ലെസ്സിങ് വാങ്ങി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തു. കൂടുതലായി പ്രാർത്ഥിച്ചു, ബൈബിള് കൂടുതൽ വായിച്ചു, ജപമാല ചൊല്ലി, എല്ലാം പൂർണ്ണമായി ഞാൻ വിട്ടുകൊടുത്തു. എന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. ഞാൻ കുമ്പസരിച്ചു, കുർബാന സ്വീകരിച്ചു, ഡെയിലി കുർബാനയ്ക്ക് പോയി. പ്രാർത്ഥിക്കുന്നത് ഓരോ കാര്യങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരെ മാതാവ് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു. എന്നെ ഫോൺ വിളിച്ച് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി എൻ്റെ മാതാവ് എനിക്ക് ഓരോ കൂട്ടുകാരെ തന്നു. അതിനായി കോടാനുകോടി നന്ദി കരയറ്റുന്നു. എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ പൂർണ്ണമായും സമർപ്പിച്ച് കുമ്പസരിച്ച് ഞാൻ അവിടെ പോവുകയും പോകുമ്പോൾ കാശ് രൂപം കയ്യിലെടുത്ത് ഉപ്പ് ഞാൻ ഉപയോഗിച്ച് തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി
യൂട്യൂബിലെ ധ്യാനങ്ങൾ കൂടി, ഡെയിലി ബ്രെഡ് കൂടി എല്ലാം ചെയ്ത് ഞാൻ പോയി എക്സാം അറ്റൻഡ് ചെയ്തു. എൻ്റെ മാതാവ് എനിക്ക് ആദ്യം തൊട്ട് അവസാനം വരെയും എൻ്റെ കൂടെ എക്സാമിന് കൂടെ ഇരുന്നു. എല്ലാത്തിനും നല്ലപോലെ ആൻസർ ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് നന്നായി എക്സാം എഴുതുവാനും നല്ല മാർക്ക് വാങ്ങുവാനും അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ കൂടാതെ ഈ എക്സാമിന് വേണ്ടി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു ഈ 2025 ഡിസംബറിനുള്ളിൽ എനിക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യണം. പക്ഷേ വിഷയം വെച്ച് ഞാൻ എഴുതി വെച്ചു 2025 ഡിസംബർ 22 എനിക്ക് 23 എനിക്ക് എക്സാം എഴുതണം, അത് ക്ലിയർ ചെയ്യണമെന്ന് ഞാൻ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. അമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ ഡിസംബർ 5 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോണ്ടിസ് വന്നു. അപ്പോൾ അത് കാരണം അവിടുന്ന് ഹോസ്റ്റൽ അടച്ചു, വീട്ടിൽ പോകാൻ പറഞ്ഞു. പിന്നെ ഇനി എന്ത് ചെയ്യും, എക്സാമിന് ഡേറ്റ് വരത്തില്ല, എക്സാം എഴുതാൻ പറ്റത്തില്ല. ഞാൻ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഇനി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ എനിക്ക് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, എല്ലാം ആകെ സങ്കടമായിരുന്നു. ഞാൻ വിഷയം വെച്ച് പിന്നെയും പ്രാർത്ഥിച്ചു. അങ്ങനെ 16 രാവിലെ ഞാൻ പഠിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ വിഷയം വെച്ചത് അമ്മയോട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ കാര്യങ്ങൾ, എന്നിട്ട് എന്താ എനിക്ക് ഡേറ്റ് എടുക്കാൻ സമയം പോലും തരാതെ എനിക്ക് തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നു, നിങ്ങൾക്കൊരു എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, ഡിസംബർ 22 നിങ്ങളുടെ എക്സാം ആണെന്ന്. ഞാൻ അത് കണ്ട ദൈവമേ, ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ ആവശ്യം അമ്മ കണ്ടു, എന്തായാലും ഞാൻ എക്സാം എഴുതും, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഞാൻ പാസ്സാവുമെന്ന് ഉറച്ച് വിശ്വസിച്ചു. ഞാൻ പോയി എക്സാം എഴുതി, നല്ലതുപോലെ എനിക്ക് എക്സാം എഴുതാൻ കഴിഞ്ഞു. അമ്മ എൻ്റെ കൂടെ ഇരുന്നു, നല്ല വിജയം തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു. ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിക്കുകയും ഓട്ടോ സ്റ്റാൻഡിലും പൊതുമേഖലാ സ്ഥലങ്ങളിലും അക്രൈസ്തവരായ ആൾക്കാർക്കും ഒക്കെ കൊണ്ടുവന്ന് പത്രം കൊടുക്കുകയും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും മറ്റുള്ളവർക്ക് കിട്ടിയ അനുഭവങ്ങളും ഒക്കെ ഞാൻ അവരോട് പറഞ്ഞ് പറയാറുണ്ട്. കൂടാതെ കാരുണ്യ പ്രവർത്തികളായിട്ട് സഹായം അഭ്യർത്ഥിച്ച് വരുന്നവർക്ക് എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. കൂടാതെ ആശുപത്രികളിലും പൊതിച്ചോറുകൾ കൊണ്ട് കൊടുക്കുവാനും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന അമ്മയുടെ ലോക്കറ്റ് അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും തന്നെ കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രമിക്കും, പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. കുട്ടികളെ കൂടുതലായി വിശ്വാസത്തിൽ വളർത്തുവാൻ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. കൂടാതെ എനിക്ക് മറ്റൊരു അനുഭവം ഉണ്ടായത്, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് പീരീഡ്സ് ഇറഗുലർ ആയിരുന്നു. അപ്പോൾ ഞാൻ ആ വിഷയം ഞാൻ ഒരു ഈവനിങ്ങിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജപമാല ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പേഴ്സണൽ പ്രെയറും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പേഴ്സണൽ പ്രെയറിൽ ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ എൻ്റെ പീരീഡ്സ് ഇറഗുലറാണ്, അമ്മ എനിക്ക് സൗഖ്യം തരണം, എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ട, അമ്മ എനിക്ക് സൗഖ്യം തന്നാൽ മതി, ഞാൻ എല്ലാ കാര്യവും അമ്മയോടാണ് പറയാറ്, എനിക്ക് സൗഖ്യം തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മെഴുകുതിരി അങ്ങ് മാതാവിൻ്റെ രൂപത്തിലായി മാറി. അടുത്ത ദിവസം തന്നെ എനിക്കത് പീരീഡ്സ് ആവുകയാണ് ഉണ്ടായത്. പിന്നെ ഇതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും തന്നെ ഡെയിലി ബ്രെഡ് കാണാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അറിയിക്കുന്നു. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കുന്നു. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനും നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാം വചനമാണ്. ഈ മകൾ പറഞ്ഞതുപോലെ ആദ്യം ഒരു ഭവനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഈശോയെയും അമ്മയും അറിയുന്നതും ഈശോയും അമ്മയും അറിയാതെ ഒന്നും നടക്കില്ല. വെറും ഒരു ഫേസ്ബുക്കിൽ കൂടിയാണ് സാക്ഷ്യങ്ങൾ കണ്ട് ഹസ്ബൻഡ് വൈഫിനോട് പറഞ്ഞ് ഉടമ്പടിയെ പറ്റിയും കൃപാസനത്തെ പറ്റിയും അങ്ങനെയാണ് അവർ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ആദ്യം ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്, പിന്നീട് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഭവനം എന്നൊരു സ്വപ്നമുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത ഉടനെ ഇവർക്ക് അത് സാധ്യമെന്ന് തോന്നിയ കാര്യമായിരുന്നു. പെട്ടെന്ന് തന്നെ 13 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനും ഒരു നല്ലൊരു ഭവനം നിർമ്മിക്കുവാനും സാധിച്ചു എന്നാണ് ഇവർ സാക്ഷ്യപ്പെടുത്തിയത്.
പിന്നീടുണ്ടായിരുന്നത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കിണറ്റിലെ വെള്ളം മണ്ണെണ്ണ സ്മെല്ലായിരുന്നു, യൂസബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് അവർ ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി ഉപ്പിട്ടാണ് പ്രാർത്ഥിച്ചത്. വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ആ കിണറ്റിലെ വെള്ളം കുടിക്കുവാനും വീട്ടുകാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാനായിട്ടുള്ള തെളിഞ്ഞ വെള്ളം കിട്ടാനിടയായി. പിന്നീട് പറഞ്ഞ ഒച്ചിൻ്റെ ഒരു ശല്യമായിരുന്നു. അതും ഉടമ്പടി വസ്തുക്കളിൽ പ്രാർത്ഥന ചൊല്ലി ഉപയോഗിച്ചതിന് ശേഷമാണ് 3 വർഷമായിട്ട് ഒച്ചിൻ്റെ ശല്യമില്ല എന്ന് പറയുന്നത്. പിന്നീട് പറഞ്ഞ മകളുടെ ഒരു എക്സാമിൻ്റെ കാര്യമാണ്. ഓരോ എക്സാമിൻ്റെ സമയത്തും പെട്ടെന്ന് ബുദ്ധിമുട്ടും നിരാശപ്പെടുകയും വരികയും, പക്ഷേ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും നല്ല ഊർജ്ജത്തോടെ എക്സാമിന് പോകാനും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാനും സാധിച്ചെന്നാണ്. എക്സാമിന് പോയപ്പോൾ സീരിയൽ നമ്പറായിട്ട് 7 കിട്ടിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാനും, ജർമ്മൻ എക്സാമിനും OLT എക്സാം എല്ലാ എക്സാമിന് പോയപ്പോഴും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചെന്നാണ് ഈ മോൾ പറഞ്ഞത്. പിന്നീടുണ്ടായിരുന്ന ഒരു വലിയ രോഗസൗഖ്യമാണ്. ഹസ്ബൻഡ് ഫുഡ് പോയ്സൺ ആയിരുന്നു. അത് വളരെ വിഷമത്തോടെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞപ്പോൾ ഈശോയുടെ അമ്മയുടെ കനിഞ്ഞു നൽകിയ ഒരു രോഗസൗഖ്യമാണിത്. പിന്നീട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചപ്പോൾ മെഴുകുതിരിയിലുമാണ് അമ്മയുടെ രൂപം തെളിഞ്ഞു വന്നത്. നമ്മുടെ ജീവിതത്തിലും കൃപാസന അമ്മയുടെ കരങ്ങൾ പിടിച്ച് ദൈവസാന്നിധ്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരാശ്വാസവും ജീവിതം മുന്നോട്ട് നയിക്കാൻ ധൈര്യം ലഭിക്കുന്ന ഒരമ്മയാണ്, ധൈര്യം തരുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മെ ഈ അനുഭവങ്ങളിലേക്ക് നയിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. ഈശോയുടെ കരം പിടിച്ച് നമുക്കും ഈ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ലീന പാപ്പച്ചനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.